ഹരി ഓം. ദശകം 24, ശ്ലോകം 5. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസൗ ഇദമിദമഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃധേ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ. എളുപ്പമാണ് അവർ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സഹ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിഃ അശിശിക്ഷത് ചിരം അമും. ഗുരുഭിഃ പ്ലസ് അശിശിക്ഷത് പ്ലസ് ചിരം പ്ലസ് അമും. അതാണ് ഗുരുഭിരശിശിക്ഷച്ചിരമമും. സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരു പ്രോക്തം ച അസൗ ഇദം അഭദ്രായ ദൃഢം ഇതി. ഗുരുപ്രോക്തം ചാസൗ ഇദമിദമഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണഭക്ത്യാ ഏവ വവൃധേ. അപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃധേ. ഭക്ത്യാ ഏവ, അതാണ് ചരണഭക്ത്യാ ഏവ, ചരണഭക്ത്യൈവ വവൃധേ. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസൗ ഇദമിദമഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃധേ. ശ്ലോകം 5 അന്വയവും അർത്ഥവും നോക്കാം. ഈ ശ്ലോകം 5 ആ പ്രഹ്ലാദൻ്റെ ഭക്തി ദാർഢ്യത്തെയാണ് കാണിക്കുന്നത്. 4-ാം ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞുവല്ലോ, ഹിരണ്യകശിപു തപസ്സിന് പോയെന്നും അപ്പോൾ അസുരന്മാരും ദേവന്മാരും കൂടെ യുദ്ധമുണ്ടായി. അപ്പോൾ ദേവന്മാർ ജയിച്ചു. ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ, ഗർഭിണിയായ ഭാര്യയെ കൊണ്ടുപോയി. ഇന്ദ്രൻ കൊണ്ടുപോയി. ആ കൊണ്ടുപോകുന്ന വഴിക്ക് നാരദൻ കാണുന്നു. നാരദൻ അങ്ങനെ അവരെയും കൊണ്ട് നാരദൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ വെച്ച് നാരദൻ ഒരുപാട് ആത്മതത്വങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കയാധു പ്രാർത്ഥിച്ചിരുന്നു, ഭർത്താവായ ഹിരണ്യകശിപു തപസ് കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ പ്രസവം നടക്കാവൂ എന്ന്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നാരദ ഋഷിയും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ അത്രയും കാലം ആ ഗർഭിണിയായിരുന്ന ആ കയാധു നാരദനെ ശുശ്രൂഷിക്കുകയും ആത്മതത്വങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രയോജനപ്പെട്ടത് ആർക്കാണത്? വയറ്റിൽ കിടന്നിരുന്ന ആ പ്രഹ്ലാദനായിരുന്നു പൂർണ്ണമായിട്ട് കേട്ടത്. ഇവരിടയ്ക്കൊക്കെ ഉറങ്ങിപ്പോവുകയോ എടുക്കുകയൊക്കെ ചെയ്താലും ആ സമയം മുഴുവൻ കേട്ടുകൊണ്ടിരുന്നത് ആ വയറ്റിൽ കിടന്ന കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീകൾ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ഹിരണ്യകശിപു തപസ്സൊക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞതിന് ശേഷം കയാധു പ്രസവിച്ചു. ആ ഹിരണ്യകശിപുവിൻ്റെ കൂടെ ആ കയാധുവും പ്രഹ്ലാദനും ഒക്കെ ആയിട്ട് ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അപ്പോൾ ഈ കുഞ്ഞു ബാലനായിരുന്ന, അപ്പോൾ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴത്തേനും 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നഴ്സറി വിടുന്നത് പോലെ ഈ അസുരന്മാരുടെ ഗുരുകുലത്തിലേക്ക് അവനെ പഠിക്കാൻ വേണ്ടി വിട്ടു. ഈ അസുര ഗുരു എന്ന് പറയുന്നത് ശുക്രാചാര്യനാണ്. അപ്പോൾ അദ്ദേഹം തപസ്സിന് പോയിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ തപസ്സിന് പോയിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഈ മക്കളായ ചണ്ടാമർക്കന്മാർ അവർ നടത്തുന്നതായിട്ടുള്ള ആ ഗുരുകുലത്തിലേക്കാണ് ഈ കുട്ടിയെ അയച്ചത്. അപ്പോൾ ഈ അവരുടെ ധർമാർത്ഥ കാമങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു. അവർക്ക് മോക്ഷമില്ലല്ലോ, അത് കാരണം അവർ ധർമാർത്ഥ കാമങ്ങളെക്കുറിച്ചാണ് പഠിപ്പിച്ചത്.
അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്തു, അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ ആ ആശ്രമത്തിൽ നിന്നൊക്കെ വിട്ട് കൊട്ടാരത്തിലേക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നു. അങ്ങനെ ആ അസുരകുലത്തിൽ നിന്നും വന്ന ഉടനെ തന്നെ അമ്മ കയാതു കുട്ടിയെ നന്നായി കുളിപ്പിച്ച് വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് ആഭരണങ്ങളൊക്കെ ഇടിയിപ്പിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഉണ്ണി അച്ഛനെ കണ്ട ഉടനെ തന്നെ സാഷ്ടാംഗം നമസ്കരിച്ചു. അച്ഛന് വളരെ സന്തോഷമായി. ഉണ്ണിയുടെ നെറുകയിലൊക്കെ മടിയിലിരുത്തി നെറുകയിലൊക്കെ ചുംബിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതുവരെ നീ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതെനിക്ക് കേൾക്കണം. കുട്ടി അപ്പോൾ എന്ത് ചെയ്തു, അച്ഛ എന്നല്ല വിളിച്ചത്. എന്താണ് കുട്ടി വിളിച്ചത്? ഹേ അസുരശ്രേഷ്ഠ എന്നാണ് വിളിക്കുന്നത്. എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ചത് സുരന്മാരെ കുറിച്ചാണ്. അങ്ങ് അസുരനാണ്. നമ്മൾ അസത്തിനെ ആശ്രയിച്ചാൽ അത് ദുഃഖത്തിലേ കലാശിക്കൂ. അസത്ത് എന്ന് പറയുന്നത് ഈ ജഗത്താണ്. അപ്പോൾ ഈ ജഗത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അസത്താണ്. ഈ സ്ഥായിയായിട്ട് നിൽക്കുന്നത് ആത്മാവ് മാത്രമാണ്. അപ്പോൾ ആ അസത്തിനെ ആശ്രയിച്ചാൽ ഓരോരുത്തരുടെയും ആ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ആ പതനത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ആ വനത്തിലേക്ക് പോയി ആ മഹാവിഷ്ണുവിനെ ആശ്രയിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇതൊക്കെയാണ് ഞാൻ പഠിച്ചത് എന്നുള്ള കാര്യം ഒക്കെ ഇദ്ദേഹത്തിനെ പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. ഇതാണ് ഞാൻ പഠിച്ചതിൻ്റെ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തു ചെയ്തു, ഈ സുരന്മാരുടെ അരികളാണല്ലോ അസുരന്മാർ, എന്ന് വെച്ചാൽ ദേവന്മാരുടെ അരികൾ ശത്രുക്കളാണല്ലോ അസുരന്മാർ. അപ്പോൾ ഈ അസുരന്മാർക്ക് ഈ പരിഹാസ്യമായിട്ടുള്ള വിഷ്ണുവിനെ ഭജിക്കുക എന്നുള്ളത് ആണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം, അങ്ങനെയുള്ള ആ ഒരു വിഷ്ണുവിൻ്റെ ആ പാദങ്ങളെ ആശ്രയിക്കണം എന്ന് ഈ കുട്ടി പറയുന്നത് കേട്ടിട്ട് ആ ദുഷ്ടാത്മാവായ ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നു. എന്നാലും കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ദേഷ്യം അപ്പോൾ പുറത്തൊന്നും കാണിച്ചില്ല. എന്നിട്ട് വിചാരിച്ചു, എൻ്റെ ആ ശത്രുവായ വിഷ്ണുവിനെയാണല്ലോ ഇവൻ ഭജിക്കുന്നത്, എന്നാലും ആ 4 വയസ്സായിട്ടുള്ള കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഹന്ന് പൊട്ടിച്ചിരിച്ചിട്ട് എവിടുന്നാണ് നിനക്ക് ഈ അറിവൊക്കെ കിട്ടിയത് എന്ന് ചോദിക്കുന്നു. ആരാണ് ഇവന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിക്കണം. അപ്പോഴാണ് അവർ ചണ്ടാർക്കന്മാർ പറയുന്നത്, ഞങ്ങളാരും ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, അവൻ തന്നെ പറയുന്നതാണ്, അവനിതൊക്കെ അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു, ശരി എന്നാൽ അങ്ങനെ ഇരിക്കട്ടെ, ഇനിയും നമ്മുടെ ധർമ്മങ്ങളും അധർമ്മങ്ങളും ഒക്കെ അവനെ പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ ഈ സുരന്മാർ ആരും പ്രത്യേകിച്ച് ആ നാരദരൊന്നും അവിടെ വരാനിടയാവാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അസുരന്മാരുടെ ആ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് വീണ്ടും ആ ധർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് പ്രഹ്ലാദന് ഉപദേശം കൊടുക്കാനും ഒക്കെയായിട്ട് അവിടെ വീണ്ടും പറഞ്ഞു വിടുന്നു. എന്നിട്ട് അവർ അതിനെക്കുറിച്ചൊക്കെ അവരുടെ ധർമാധർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, ഉപദേശം കൊടുത്തു. പക്ഷേ ഈ പ്രഹ്ലാദനോ ഈ ആ ഗുരുക്കന്മാർ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ലതല്ല, അതെല്ലാം അമംഗളമാണെന്ന് പറഞ്ഞിട്ട് അതെല്ലാം മനസ്സിൽ നിന്ന് തള്ളിക്കളഞ്ഞു. പക്ഷെ അവരെ നേരിട്ട് നിന്ദിച്ചില്ല, മനസ്സുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത്. എന്നിട്ട്, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി അല്പം പോലും വിളക്കമുണ്ടായില്ല ആ പ്രഹ്ലാദന് എന്ന് പണ്ഡതിരിപ്പാട് പറയുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും അങ്ങയോടുള്ള ആ ഭക്തി ആ പ്രഹ്ലാദന് ഒട്ടും കുറവ് വന്നില്ല. അപ്പോൾ ആ പ്രഹ്ലാദൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഗുരുക്കന്മാർ തെറ്റാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും അവരെ ബഹുമാനിക്കണം എന്നുള്ളതാണ് പ്രഹ്ലാദനിൽ നിന്നും നമ്മൾ പഠിക്കാനുള്ള പാഠം. അപ്പോൾ അവന് മനസ്സിലായി ഇതല്ല ശരി, മറ്റേതാണ് ശരി എന്നുള്ളത് മനസ്സിലായിട്ടും അവരെ നിന്ദിച്ചില്ല. അസുരന്മാർക്ക് വേണ്ട കാര്യങ്ങൾ ആണ് ഈ ചണ്ടാമർക്കന്മാർ പറയുന്നത്. പക്ഷേ അത് തെറ്റാണെന്ന് അവരോട് ഈ പ്രഹ്ലാദൻ നേരിട്ട് പറയുന്നില്ല, എന്നാൽ മനസ്സിൽ ഉറപ്പിക്കും. ഏറ്റവും നല്ല ഒരു ഉത്തമ ശിഷ്യനായിരുന്നു പ്രഹ്ലാദൻ. അതാണ് ഈ പ്രഹ്ലാദനെക്കുറിച്ച് പറയുമ്പം എല്ലാവരും ഓർക്കേണ്ടത്. ആ ഗുരുക്കന്മാരിൽ അല്പം പോലും കുറ്റം ആരോപിക്കാതെ കണ്ടിട്ട്
സദാ ഭഗവത് നാമം ജപിച്ചുകൊണ്ട് ആ ഭഗവത് പാദങ്ങളിൽ ഭക്തിയെ വർദ്ധിപ്പിച്ചും കൊണ്ട് വളർന്നു വന്നു ആ കുഞ്ഞ്. ഇത് നമ്മുടെ ആചാര്യൻ എപ്പോഴും പറയുമായിരുന്നു, ഗുരുക്കന്മാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റ് അവരെ ഇൻസൾട്ട് ചെയ്യുകയോ അത് തെറ്റാണെന്ന് അവരോട് എതിർത്ത് പറയാനോ പാടില്ല എന്നെപ്പോഴും നമ്മുടെ ആചാര്യൻ പറയുമായിരുന്നു. ദുഷ്ടാത്മാ സഹ സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം ച നിജ സുത ദൃഷ്ട്വാ എന്ന് വെച്ചാൽ ആ തൻ്റെ മകനായ നിജസുതേ ദൃഷ്ട്വ തൻ്റെ മകനായ പ്രഹ്ലാദനിൽ കണ്ട് എന്താ കണ്ടത്? ദുഷ്ടാത്മാ സഹ ആ ദുഷ്ടഹൃദയനായ ഹിരണ്യകശിപു സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം അസുരന്മാരോടുള്ള പരിഹാസവും നിന്തിരുവടിയോടുള്ള ദാസഭാവവും. ഇതാരാ പറയുന്നത്? ഭട്ടതിരിപ്പാട് പറയുകയാണ്, ആ പ്രഹ്ലാദന് ദുഷ്ടഹൃദയനായ ഹിരണ്യകശിപു അസുരന്മാരുടെ പരിഹാസവും നിന്തിരുവടിയോടുള്ള ആ ദാസഭാവവും തൻ്റെ മകനായ പ്രഹ്ലാദനിൽ കണ്ടിട്ട് അമും ചിരം ഗുരുഭിഹി ആശിശിക്ഷത് ഇവനെ വളരെ കാലം ഗുരുക്കന്മാരെ കൊണ്ട് പഠിപ്പിച്ചു. ആരുടെ ഗുരുക്കന്മാരെ കൊണ്ട്? അവരുടെ ആ അസുരന്മാരുടെ ഗുരുക്കന്മാരെ കൊണ്ട് പഠിപ്പിച്ചു, ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ദുഷ്ടാത്മാവായതുകൊണ്ടാണ് ഹിരണ്യകശിപുവിന് അങ്ങനെ ഒരു തോന്നൽ വന്നത്. എന്നാലോ പ്രഹ്ലാദന് അസുരന്മാരോട് പരിഹാസമായിരുന്നു, നിന്തിരുവടിയായ ഭഗവാനോട് ഒരു ദാസഭാവവുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള തൻ്റെ മകനായ പ്രഹ്ലാദനിലെ ഈ സ്വഭാവം കണ്ടിട്ട് അവനെ വളരെ കാലം അവരുടെ ഗുരുക്കന്മാരെ കൊണ്ട് പഠിപ്പിച്ചു. അസൗച ഗുരുപ്രോക്തം സർവം അസൗച എന്നുവെച്ചാൽ ഇവനാകട്ടെ ഈ പ്രഹ്ലാദനാകട്ടെ ഗുരുപ്രോക്തം സർവം ഗുരുക്കന്മാർ പഠിപ്പിച്ചത് മുഴുവനും ഇതം അഭദ്രായ ദൃഢം ഇതി അപാകുർവൻ. അപ്പോൾ ഇത് തിന്മയ്ക്കുള്ളതാണ്, നിശ്ചയം, ഇത് തിന്മയ്ക്കുള്ളതാണ്, തീർച്ച, ഇതി അപാകുർവൻ എന്ന് തള്ളിക്കളഞ്ഞു. അസൗച ഇവനാകട്ടെ ഗുരുപ്രോക്തം സർവം ആ ഗുരുക്കന്മാർ പഠിപ്പിച്ചത് മുഴുവനും ഇതം അഭദ്രായ ദൃഢം ഇതി അപാകുർവൻ ഇത് തിന്മയ്ക്കുള്ളതാണ്, നിശ്ചയം, ഇത് തിന്മയ്ക്കുള്ളതാണ്, തീർച്ച എന്ന് തള്ളിക്കളഞ്ഞ് തവ ചരണഭക്ത്യാ ഏവ വവൃധേ അവിടുത്തെ തൃപ്പാദഭക്തി കൂടി തന്നെ ആ തൃപ്പാദഭക്തിയോട് കൂടി തന്നെ വവൃധേ വളർന്നു വന്നു. ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, ആ ദുഷ്ടാത്മാവായ ഹിരണ്യകശിപു തൻ്റെ പുത്രനാകുന്ന പ്രഹ്ലാദനിൽ ഈ അസുരന്മാരെക്കുറിച്ചുള്ള ഹാസ്യത്തെയും ഭഗവത് പാതാരവിന്ദത്തിലുള്ള ആ ദാസ്യഭാവത്തെയും കണ്ടിട്ട് അവയെ ആ ദുർവാസനകളാക്കി കരുതിയിട്ട് സന്മാർഗ പ്രവേശനത്തിനായിട്ട് ഈ കുട്ടിയെ വളരെ കാലം ശുക്രാചാര്യ മഹർഷിയുടെ പുത്രന്മാരാകുന്ന ചണ്ടാമർക്കന്മാരെ കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ ആർക്കാണ് തെറ്റെന്ന് തോന്നുന്നത്? ദുഷ്ടാത്മാവായ ഹിരണ്യകശിപിന്. പക്ഷേ ആ പ്രഹ്ലാദനിലുള്ള സ്വഭാവമോ നല്ല സ്വഭാവം, ഭഗവത് ഭക്തിയുള്ള സ്വഭാവമായിരുന്നു. അത് ചീത്തയാണെന്ന് വിചാരിച്ചിട്ടാണ് അവരുടെ ആ ഗുരുവായ ശുക്രമഹർഷിയുടെ പുത്രരാകുന്ന ആ ചണ്ടാമർക്കന്മാരെ കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചത്. ആ ഗുരുക്കന്മാരാൽ വിദ്യയൊക്കെ അഭ്യസിപ്പിച്ച ശേഷം വിദ്യകളെല്ലാം ശ്രേയസ്സിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കിയ പ്രഹ്ലാദൻ ആ വിദ്യകളെ ഉപേക്ഷിച്ചിട്ട് ആ ഭഗവത് പാദാംഭോജ ഭക്തിയെ തന്നെ ക്രമമായി വർദ്ധിപ്പിച്ചു വന്നുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ
स दृष्ट्वा दुष्टात्मा गुरुभिरशिशिक्षच्चिरममुं गुरुप्रोक्तं चासाविदमिदमभद्राय दृढमिति अपाकुर्वन् सर्वं तव चरणभक्त्यैव ववृधे.